ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഡ്രീം നെസ്റ്റ് ആർമി. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ഇപ്പം കറക്റ്റ് 5:30 കേട്ടോ. അപ്പം 5:30 എണീച്ചിട്ട് എന്താ വീഡിയോ ചെയ്യുന്നതെന്ന് വിചാരിക്കും. അപ്പം ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞാൻ കരുതി ഒരു വ്ളോഗായിട്ട് ചെയ്യാം, നിങ്ങളെയും കൂടി കാണിക്കാം. എൻ്റെയും യാൻലിൻ്റെയും ഗെറ്റ് റെഡി വിത്ത് മീയും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടാളും ഒരുങ്ങുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇന്ന് ഞാൻ സാരിയാണ് ഉടുക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിന് സാരി ഉടുക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ സാരിയിൽ എന്നെ അധികം കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. കാരണം എനിക്കിതിങ്ങനെ ചുറ്റി വെച്ച് നടക്കാനൊന്നും ഇഷ്ടമല്ല കേട്ടോ. സത്യം ഇഷ്ടമാണ്, സാരി ഉടുക്കാൻ ഇഷ്ടമാണ്. പക്ഷേങ്കിൽ ഇതിങ്ങനെ സാരി ഉടുത്ത് നടക്കുന്നവരൊക്കെ എനിക്ക് എന്തൊക്കെയോ ഇടങ്ങാറാവും. എന്നാലും കുഴപ്പമില്ല, ഇന്ന് നമുക്ക് സാരി ഉടുക്കാൻ വേണ്ടി പോവാം. അപ്പോൾ എന്തായാലും നമുക്ക് ഹസ്ബൻഡിൻ്റെ റിയാക്ഷൻ കൂടി ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വേഗം പോയിട്ട് കുളിച്ചിട്ട് വരട്ടെ, സമയം പോകുന്നത്. ഓക്കെ, ബൈ. അങ്ങനെ ഞാനിതാ ഷടേന്നും പറഞ്ഞ് കുളിച്ച് വന്നേ. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഇടുന്ന കോസ്റ്റ്യൂം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ബ്ലൗസ്. ഈ ബ്ലൗസ് ഞാൻ ലാലുവേട്ടന്റെ നാട്ടിൽ കന്യാകുമാരി ഉത്സവത്തിന് ഞങ്ങളെല്ലാവരും കൂടി അവിടെ സെറ്റാക്കിയ ഒരു സാരിയാണ് കേട്ടോ. അതിന്റെ ബ്ലൗസാണിത്. ഞാൻ നോക്കുന്നറിയില്ലേ ഗൈസ്, എന്റെ സെറ്റ് സാരിക്ക് ഇത് പെർഫെക്റ്റ് മാച്ച്. അപ്പൊ ഞാൻ വിചാരിച്ചതാ ഈ ബ്ലൗസ് സെറ്റ് സാരി ഇടാന്ന്. സെറ്റ് സാരി കാണണോ? തൽക്കാലം ഇതിന്റെ കഷ്ണം കാണിച്ചിട്ടാ. ഇതാണ് കേട്ടോ സാരി. എന്തായാലും നിങ്ങൾക്ക് ഇനി ഉടുക്കുന്നേരം കാണാലോ. സാരി ഇതാ, ബ്ലൗസ് കണ്ട സെയിം മാച്ച്. ഇതിങ്ങനെ ഒത്ത്. പിന്നെ അതിന്റെ കൂടെ ഞാൻ നല്ല പച്ച വള തന്നെ എടുത്തിട്ടുണ്ട്. പക്ഷെ ആ കളർ വളയില്ല. തൽക്കാലം നമുക്ക് പച്ച വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് കേട്ടോ മാല, അതിന്റെ കൂടെ ഇടുന്ന മാല. ഇതുമേല് സൂക്ഷ്മമായി നോക്കിയ പച്ചക്കല്ലുണ്ട്. പിന്നെതാ ജിമുക്ക. സെറ്റ് സാരീന്റെ കൂടി ജിമുക്കിയാണല്ലോ മാച്ചിങ്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ക്യൂട്ടിയുടെ, നമ്മുടെ ലിയൂട്ടീന്റെ ഡ്രസ്സ്. അപ്പൊ എന്റെ ബ്ലൗസും അതുപോലെ തന്നെ ലിയൂട്ടീന്റെ ഈ ഒരു ഡ്രസ്സും തമ്മിൽ നല്ല മാച്ച് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് രണ്ടും ചൂസ് ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്തായാലും വേഗം ഇടാം കേട്ടോ. സമയല്ലേ തന്നെ പോയി വേഗം അമ്പലം അടക്കുന്നതിന് മുമ്പ് അവിടെ എത്തണ്ടേ. അപ്പൊ വേഗം പുറപ്പെടാം. ഞാൻ ലീണീച്ച് ഹായ് പറ. മാവ ഡ്രസ് ഇടുക, നമുക്ക് പോവാ. അമ്പലത്തിൽ പോവാ. നല്ലൊരു രാറ്റ കൊടുക്ക്. കൊറച്ച് പൊങ്ങച്ചുള്ള രാറ്റയാ. അപ്പൊ ഉടുപ്പിടാ. ഞാനായിട്ട് ഉടുപ്പിടുന്ന അറിയാതാ. ഇടാ, കാണിച്ചു കൊടുക്ക്. ഞാൻ്റെ ഉടുപ്പ് കാണിച്ചു കൊടുക്ക്. ഇതാ ഇതാ നീടാ അല്ലേ ഡ്യൂട്ടി. അമ്മയും ഭാവയും ഒരേ കളറാ ഡ്രസ്. അമ്മയും ഭാവയും ഡ്രസ് മാച്ചിങ്ങാ. അമ്മ ഇടൂ. അമ്മ ഇട്ടിക്കില്ല, അമ്മ ഇപ്പൊ ഇടൂ കേട്ടോ. ഭാവ ഇടൂ. നമ്മള് രണ്ടാളും ഒരേ കളർ ഡ്രസ് ആയിരുന്നേ. ഓക്കെ ഓക്കെ കേട്ടോ. ഇതാ ഭാവയുടെ ഉടുപ്പ്. എങ്ങനെയുണ്ട് നോക്കി. പൂക്കുത്താ ഈ പൂവ്. എന്റെ പൊന്നോ, കാണിച്ചെടുക്ക്. ഞാൻ ഇതാ പെട്ടെന്ന് സാരിയൊക്കെ കൊടുത്ത് ഇതാ കണ്ടില്ലേ മാച്ച്. ഞാൻ നേരത്തെ പറഞ്ഞ എങ്ങനെയുണ്ട് സാരി, ഇഷ്ടപ്പെട്ടോ? ഇനി നമുക്ക് വേഗം മാലയും വളയൊക്കെ ഇട്ടിട്ട് വേഗം പുറപ്പെടും, സമയമായി. അപ്പൊ അമ്പലത്തിലേക്കല്ലേ പോന്നെ. അപ്പൊ നമുക്ക് അമ്പലം വൈബിലുള്ള ഒരു മുടി കെട്ട് തന്നെ ആവാം അല്ലെ. ഇതാ അപ്പൊ എന്റെ മൊത്തം പുറപ്പെടല് കഴിഞ്ഞിട്ടുണ്ട്. യാലിയനെ കണ്ടേ. അപ്പൊ യാലിയാ സുന്ദരിയായിട്ടാ. അപ്പൊ നമുക്ക് പോവാം. എന്താ ചിരിക്കുന്നത്? എന്താ ചിരിക്കുന്നത്? എന്താ എന്താ ചിരിക്കുന്ന? സൂപ്പറാ. അല്ലിയാ അല്ലിയാ സുന്ദരിയായ അമ്പലത്തിൽ പോവാ. വേറെ ആളിതാ. സാരി എങ്ങനെയുണ്ട്? അടിപൊളി, കിടിലം കിടിലം. പിന്നെ ഹായ് പറ. ഹായ് ഹായ്. श्यामाक्षित
അങ്ങനെ അമ്പലത്തിലെത്തി പ്രസാദമൊക്കെ വാങ്ങിട്ടോ. പ്രസാദം യാലിയൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് യാലിയെ നല്ലോണം കഴിക്കുന്നുണ്ട് കേട്ടോ. സാധാരണ പ്രസാദവും കാര്യങ്ങളൊന്നും കൊടുത്താൽ കഴിക്കാത്ത കുട്ടി എന്താണെന്നറിയില്ല, ഓൾ എന്നെ വാരി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിലെ പ്രാർത്ഥന കഴിഞ്ഞ പാടെ തന്നെ യാലിയേൻ്റെ കളി തുടങ്ങിയിട്ടോ. യാലിയ തുമ്പപ്പൂവൊക്കെ ഇങ്ങനെ പറിച്ച് കളിക്കുകയാണ്. യാലിയ തുമ്പപ്പൂ പറിച്ച സമയത്താണ് കേട്ടോ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഓണം എത്താനായല്ലേ, ഓണം അടുത്തെത്താനായി. ഇതാ തുമ്പപ്പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല കേട്ടോ, യാലിയക്ക് അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ യാലിയനെ നമ്മൾ നോക്കണ്ട, ഫുൾ ഓടിക്കളിയായിരിക്കും കേട്ടോ. പിന്നെ പിടിച്ചാൽ കിട്ടൂല. കണ്ടില്ലേ, നിങ്ങൾ ഓടിക്കളിക്കുന്ന കണ്ടില്ലേ. നമുക്ക് ദിവസമൊന്നും അമ്പലത്തിൽ പോകാൻ പറ്റിയെന്ന് വരൂല. എന്നാൽ ഏതെങ്കിലും ദിവസം നമ്മൾ പോകുന്ന സമയത്ത്, അതായത് നമുക്കൊരു പോസിറ്റീവ് ഫീൽ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും യാലിയും ലാലുവേട്ടനും കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത്, അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലം. ഞങ്ങളുടെ നാട്ടിലുള്ള അമ്പലമാണ് കേട്ടോ, ശ്രീകൃഷ്ണൻ്റെ അമ്പലമാണ്. ശ്രീകൃഷ്ണൻ്റെ അമ്പലമായതിനെ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ്. അതിൻ്റെ കാരണം എന്താന്ന് വെച്ചാൽ ഞാനും ലാലുവേട്ടനും ആദ്യമായിട്ട് കണ്ടത് ശ്രീകൃഷ്ണജയന്തിക്കാണ് കേട്ടോ. പിന്നെ കണ്ടത് ഇതേ ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ വെച്ചാണ്. ആ അമ്പലത്തിൽ തന്നെ ഞങ്ങളെ വാവേനെയും കൂട്ടി വരുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിലെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചായ കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. എൻ്റെ ദൈവമേ, ചായ കുടിക്കുന്ന ഷോപ്പിൻ്റെ ഇപ്പുറം ഒരു മുട്ടായിക്കട. പിന്നെ സ്വൈര്യം തരുമോ? അവസാനം ഒരു കണ്ണുപ്പൊടി ഇടാൻ വേണ്ടിയിട്ട് ഒരു മുട്ടായി വാങ്ങിക്കൊടുത്തു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറി. യാലിയേക്ക് ഉഴുന്ന് വട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ യാലിയേക്ക് ഉഴുന്ന് വടയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കും ലാലുവേട്ടനും എനിക്ക് മസാല ദോശ, ലാലുവേട്ടന് എന്നാൽ പൂരി അങ്ങനെ എന്തോ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഒരു ദിവസം അടിപൊളിയായി കേട്ടോ. ഭയങ്കര പോസിറ്റീവ് വൈബായി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ. പിന്നെ ഞങ്ങളുടെ കൊച്ചു ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.